മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഫർഗാൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ മെയിൻ ക്യാമ്പസിലാണ്. നമുക്ക് ഈ മെയിൻ ക്യാമ്പസ് കൂടാതെ 9th ബേസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസ് ക്യാമ്പസ് വേറൊരു കൂടിയുണ്ട്. ആ വൈറ്റ് ഹൗസ് ക്യാമ്പസ് നമുക്ക് ഇൻബിൽഡ് ഹോസ്റ്റലായിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസാണ്. നമുക്ക് നമ്മുടെ മെയിൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്, നമുക്ക് ആദ്യത്തെ 3 ഇയർ നമുക്ക് മെയിൻലി നമ്മുടെ എല്ലാ സബ്ജക്ട്സും എടുക്കുന്നത് ഇന്ത്യൻ ഫാക്കൽറ്റീസാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ അനാട്ടമിയുടെ മെയിൻ ഫാക്കൽറ്റി ആയിട്ട് വരുന്നത് രോഹിത് സാറാണ്. നമ്മുടെ മലയാളി, നമ്മുടെ കാസർഗോഡ് നിന്ന് വരുന്ന സാറാണ്. അപ്പോൾ അതായത് നമുക്ക് അനാട്ടമിക്ക് നിയാമത് സാറുണ്ട്, ഹിന്ദി സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഫിസിയോളജി ആണെന്നുണ്ടെങ്കിലും ബയോ കെമിസ്ട്രി, ഇന്റേണൽ ഡിസീസ് എല്ലാത്തിനും നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ്, നമുക്കൊരു 3rd ഇയർ വരെ നമുക്ക് ഫുൾ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഹോസ്റ്റൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹോസ്റ്റലാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് നമുക്ക് 9th ബേസ് ഹോസ്റ്റലും പിന്നെ 11th ബേസ് ഹോസ്റ്റലും പിന്നെ നമുക്ക് ഫാർമേഴ്സ് പറഞ്ഞാൽ അവിടെ ടോട്ടൽ 3 ഹോസ്റ്റൽസാണ് വരുന്നത്. ഈ 9th ബേസ് 11th ബേസ് ഹോസ്റ്റൽ നമ്മുടെ ക്യാമ്പസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. ഫാർമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിൻ്റെ അടുത്ത് ഒരു 1 കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഹോസ്റ്റൽ എല്ലാത്തിലും നമുക്ക് ഇന്ത്യൻ മെസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ടൈം ഇന്ത്യൻ ഫുഡ്, അതുപോലെ നമുക്ക് ഇന്ത്യൻ ഫുഡായിട്ട് തന്നെ നമുക്ക് കേരള ഫുഡ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് ഈ ഏറ്റവും നമുക്ക് സുഖം എന്ന് പറഞ്ഞാൽ ഈ ടീച്ചേഴ്സ് അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അല്ലാതെ മോസ്റ്റ്ലി നമ്മുടെ ഹോസ്റ്റലിനോട് അടുത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്നും വൈകുന്നേരം നമുക്ക് അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ കാണാനും അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എല്ലാം നമുക്ക് നൈറ്റും ടൈമുണ്ട്. പിന്നെ നമുക്ക് അനാട്ടമിയുടെ സാർ, നമുക്ക് മെയിൻ സാർ മലയാളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹോസ്റ്റലിന് ശേഷവും നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും അപ്രൂവ്ഡ് MBBSൻ്റെ ഒരു മെയിൻ ഫ്ലോസ് ആയിട്ട് പറയുന്നത് നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കുറവാണെന്നാണ്. പക്ഷേ ഫർഗാനയിൽ വരുന്ന സ്റ്റുഡൻറ്റിന് അതൊരിക്കലും ഒരു കുറവായിട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ഡിസംബറിൽ ബ്രേക്ക് വരുമ്പോൾ നമുക്കൊരു 3 വീക്സ് കമ്പൽസറി നമുക്കൊരു ഹോസ്പിറ്റൽ പ്രാക്ടീസ് എടുക്കണം. ഇനി നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഒബ്സർവർഷിപ്പ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ RMOയുടെയും CMOയുടെയും PROയുടെയും എല്ലാവരുടെയും സിഗ്നേച്ചർ വാങ്ങിച്ച് അതിവിടെ കൊടുത്ത് അതിൻ്റെ ചെറിയ എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഇയർ പാസ്സാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്നും ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, ഇവിടുന്നും ചെയ്യണം. പിന്നെ അതിന് പുറമെ തന്നെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും 200-300 അബോവ് ബെഡ് വരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്പെസിഫിക് ആയിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ എൻഡോക്രൈനോളജി ആണെങ്കിൽ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സ്പെസിഫിക് ഹോസ്പിറ്റലുണ്ട്. ട്രോമറ്റോളജി ആണെങ്കിൽ ട്രോമറ്റോളജിക്ക് ഒരു സ്പെസിഫിക് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റൽസ് എല്ലാത്തിനും നമുക്ക് ഒരു 3rd ഇയർ കഴിഞ്ഞാൽ ഒരു 1 മന്ത് വരുന്ന റൊട്ടേഷൻ ക്ലാസ്സാണ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ അവിടുത്തെ നമുക്ക് എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ IELTS ബാൻഡ് 7.5ൻ്റെ അബോവ് ഉള്ള ടീച്ചേഴ്സ് മാത്രമേ നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് വരുന്ന പേഷ്യൻസ് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് അറിയില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവിടെ നമുക്കൊരു ട്രാൻസ്ലേറ്റർ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാനും എല്ലാം പറ്റും. പിന്നെ അതിനൊക്കെ പുറമെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലായതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് റഷ്യൻസിൻ്റെയും അറബ്സിൻ്റെയും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രാജ്യത്തിലുള്ള പേഷ്യൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും കൂടുതൽ പരിചയപ്പെടാനും എല്ലാത്തിനും ഭയങ്കര ഉപകാരപ്പെടും. സോ നമുക്ക് നെക്സ്റ്റ് മെയിൻലി നോക്കേണ്ടത് ഇവിടുത്തെ ബാക്കി ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 30 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു 6 വർഷത്തെ ഫുൾ ഫീസും 6 വർഷത്തെ വിസ രജിസ്ട്രേഷൻ, 2 വർഷത്തെ നമ്മുടെ വരുന്ന ഹോസ്റ്റൽ മെസ്സ് എല്ലാം കൂടെ നമുക്കൊരു 30 lakhs എല്ലാം കൂടെ കവറായിപ്പോൾ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ബാക്കി 4 വർഷത്തെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ബാക്കി ചിലവുകളാണ്. അത് നമ്മളെടുക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ്, നമ്മൾ എത്ര പേര് കൂടി എടുക്കുന്നു, അപ്പം അതിനനുസരിച്ച് വരുന്ന ഷെയർ എത്രയാണ്, നമ്മുടെ ഫുഡിന് നമ്മൾ എത്ര ചിലവ് വരുന്നു, അതെല്ലാം കൂടി. അപ്പം നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി എങ്ങനെ നോക്കിയിട്ട് 30-35 lakhൻ്റെ ഉള്ളിൽ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇതിൽ അത് എത്രത്തോളം വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷം നമ്മൾ നീറ്റ് റിപ്പീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ നാട്ടിലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് പഠിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് അഫോർഡബിൾ ആയിട്ട് 6 വർഷത്തിൻ്റെ ഉള്ളിൽ പഠിച്ചിറങ്ങാൻ പറ്റും. പിന്നെ മെയിൻലി നമുക്ക് പറയാൻ പോകുന്നത്, പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ പഠിച്ച കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങുന്നതോടത്തോടു കൂടി നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ആസ് എ ഇക്വലൻ ടു ഉസ്ബെക്ക് നാഷണൽ ഇവിടെ MBBS പഠിക്കുന്നതോടുകൂടി അവൻ ഈ കൺട്രിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ ലൈസൻസാണ്. അതോടുകൂടി നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ട് സപ്പോസ് നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ എക്സാം വെച്ചിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്.